നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളെ ആരാണ് രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ്, എനിക്കൊരു പേഴ്സണൽ റീഡിംഗ് വന്ന ചോദ്യമാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ്. ഞാൻ അത്ര എലാബറേറ്റ് ആയിട്ട് ഇവിടെ പോകുന്നില്ല. കാർഡുകൾ എടുത്തിട്ട് നമ്മൾ ആരാണ്, നിങ്ങളുമായിട്ട് എന്താണ് കണക്ഷൻ, അത് നോക്കാം കേട്ടോ. അപ്പൊ ഓറക്കിൾ മെസ്സേജ് ആണ് ഞാൻ നോക്കുന്നത് ആദ്യം. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്ന റീഡിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് കേട്ടോ. എന്ത് കാർഡ്സ് ആണ് നമുക്ക് വരുന്നത്, എന്ത് തരം ആളുകളാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്, അതിന് അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ആരും ഒരു ഡിസിഷനും എടുക്കരുത്. അപ്പോ ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഭഗവാനെ ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ. രണ്ട് കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായ എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന് കയറാൻ പോകുന്നുണ്ട്. ഈ കയറുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ അതിനെ നോക്കി കാണണമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ആളുകളായിരിക്കാം, ചിലപ്പോൾ എക്സ്പീരിയൻസുകളായിരിക്കാം, ചിലപ്പോ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. എന്തായാലും ഇത്തിരി ഒന്ന് ശ്രദ്ധയോടെ കാര്യങ്ങൾ നോക്കി കാണണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അൺസെൽഫിഷ് ആയിട്ട്, സ്വാർത്ഥത ഇല്ലാതെ സഹായിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നിങ്ങളെ ആരാണ് സീക്രട്ട് ആയിട്ട് വീക്ഷിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഒരു കാർഡ് എടുക്കാം. ഇവിടെ 10 of Cups റിവേഴ്സ് ആണ്. അപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരുന്ന ആരോ ഒരാളാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം. നിങ്ങൾക്ക് ഇവരിൽ കുഞ്ഞുങ്ങളുണ്ട്. ഇവര് നിങ്ങളുമായിട്ട് നിങ്ങൾ കാരണം ഇവരുടെ ഡ്രീംസ് നശിച്ചു പോവുകയോ ഇവര് കാരണം നിങ്ങളുടെ ഡ്രീംസ് നശിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ സീക്രട്ട് ആയിട്ട് നിങ്ങളെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്, റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വേറൊരു കാർഡ് എടുക്കാം. ഇത് 8 of Swords റിവേഴ്സ് ആണ്. നിങ്ങൾ എങ്ങനെ കാണിക്കുമ്പോൾ അപ്രൈറ്റ് ആയിട്ട് വരും. ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങളിൽ നിന്ന് ഫ്രീഡം കിട്ടിയ ഒരാള്, അല്ലെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെ ഒരാൾ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. ഇതൊരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിരിക്കാം ഈ വ്യക്തി. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് റിസൈൻ ചെയ്യാതെ മുങ്ങിക്കളഞ്ഞതാണോ, അങ്ങനെ എന്തെങ്കിലുമാണ്. അപ്പൊ അവര് നിങ്ങളെ നോക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇനിയിപ്പം എന്തെങ്കിലും കേസ് ഉണ്ടായിട്ട് അതിൽ നിന്ന് നിങ്ങൾ മുങ്ങി നടക്കുന്ന പലതരം എനർജീസ് ആണ്. അതിൽ നിന്ന് മുങ്ങി നടക്കുന്നതാണോ, എന്തായാലും ഒരു ഫ്രീഡം കിട്ടിയ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. എന്തോ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ പോലത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവരാണ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരിൽ നിന്നാണോ നിങ്ങൾ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആരാണോ രക്ഷപ്പെട്ടിരിക്കുന്നത്, അവരാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനായി, അവര് നിങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണ്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ പുറകെ നടക്കുന്ന ഒരു എനർജിയാണ്. ഇത് കുറച്ച് വയലന്റ് ആയ എനർജിയാണ്. മുൻപിൻ നോക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പോ എന്ത് പ്രവർത്തിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു എനർജിയാണ്. വളരെ വയലന്റ് ആണ്, ഒന്ന് സൂക്ഷിക്കുക. അക്വേറിയസ്, ലിബ്ര, ജെമിനായി ആണ്. അൺമാരീഡ് ആയിട്ടുള്ള ഒരു എനർജിയാണത്. അടുത്ത കാർഡ് പറയുന്നത് ഫൂൾ കാർഡാണ്. ഫൂൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറെടുക്കുന്ന ഒരു എനർജി. അപ്പൊ നിങ്ങൾ ആരോടോ വിവാഹം കഴിക്കണമെന്നോ, എന്തെങ്കിലും കാര്യത്തിന് സഹായമോ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യണമെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു റിസ്ക് എടുക്കാൻ റെഡിയാകുന്ന ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളെ ഫൂൾ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി. അക്വേറിയസ്, ഏരീസ് ആണ്. അപ്പോൾ ഈ എനർജി നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ബോയ്ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, ഒപ്പം ജോലി ചെയ്യുന്ന ആളായിരിക്കാം. എന്തായാലും നിങ്ങളെ ഇവര് നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് നമുക്ക് നോക്കാം. ഭഗവാനെ ഓം നമ ശിവായ. സാജിറ്റേറിയസ്, ടെമ്പറൻസ് കാർഡാണ്, അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി
ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇത് നിങ്ങൾ സോൾവ് ചെയ്യാണ്ടാണ് നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കുന്നത്, അകന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇതിലൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഈ വ്യക്തി ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുടിക്കുന്ന ഒരാളാണെങ്കിൽ അതിലൊരു കൺട്രോൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഈ സിറ്റുവേഷൻ അവസാനിക്കുന്നില്ല ഇവിടെ, ഇനിയും തുടരും. അപ്പൊ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷെ ആദ്യം ഈ വ്യക്തി കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ട്രൈ ചെയ്യാണ്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണത്. അടുത്ത കാർഡ് ആരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്? ഏസ് ഓഫ് സ്വാൻസ് റിവേഴ്സ് ആണ്. നിങ്ങളുമായിട്ട് വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വെച്ചിരുന്ന ഒരാളാണ് ഇതെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളോട് പാഷൻ അല്ല. ഇപ്പൊ ഇവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹവും മറ്റു വികാരങ്ങളെല്ലാം നെഗറ്റീവ് സൈഡിലേക്ക്, നിങ്ങളോട് ഭയങ്കര വൈരാഗ്യവും അസൂയയും കുശുമ്പൊക്കെ ഉള്ള ഒരു എനർജിയാണ്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. നിങ്ങളെ നശിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. ഇവരാണ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാർഡ് നമുക്ക് നോക്കാം. ഇനി ആരാണ്? ഓക്കെ, ഇത് 3 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് കൊടുത്തിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ചിലപ്പോ സ്നേഹിച്ചു പറ്റിച്ച് അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം കണ്ടു കഴിഞ്ഞപ്പോ മുങ്ങിക്കളഞ്ഞ ആരെങ്കിലും ആയിരിക്കാം. ഇവര് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ദേഷ്യമുണ്ട്, ഇവർക്ക് കുറെ സങ്കടമുണ്ട്. പക്ഷെ ഇവര് ഇതിൽ നിന്ന് മോചിതയാവാൻ അല്ലെങ്കിൽ മോചിതനാവാൻ, ഈ ഒരു ഹൃദയവേദനയിൽ നിന്ന് മോചിതമാവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിട്ട് ഒരു പണി തന്നിട്ടേ അത് മാറുള്ളൂ എന്നാണെങ്കിൽ അവർ അതും ചെയ്യും. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. വളരെയധികം പ്ലാനിങ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അടുത്ത കാർഡ് പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റോ ആരോ ആണ്, നിങ്ങൾ കോച്ചിങ് കൊടുക്കുന്ന ആരോ ഒരാളാണ്. ഈ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിയില്ല. നിങ്ങളുടെ ഊർജം ഈ വ്യക്തിയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ബ്ലാക്ക് മാജിക്, കൈവിഷം എല്ലാം ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഇത് സ്റ്റുഡന്റിന്റെ എനർജിയാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ എന്ത് കിട്ടിയാലും അത് എത്രത്തോളം ഇവർക്ക് ഇതുകൊണ്ട് ഉപയോഗമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇത് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ, നമ്മളൊരു കരിമ്പ് എടുത്തു കഴിഞ്ഞാൽ കരിമ്പിന്റെ ചണ്ടിയാക്കിയിട്ടാണ്, ചണ്ടി മാത്രമേ കളയുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങൾ ഊറ്റിയെടുക്കും നമ്മൾ. അങ്ങനത്തെ ഒരു എനർജിയും കൂടിയാണ് ഈ എനർജി. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഇവര് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് പോയിട്ടില്ല. ഇനിയും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയും ചെയ്യും. അതുപോലെ നിങ്ങളെ പോകാൻ അനുവദിക്കുകയും ഇല്ല കേട്ടോ. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 2 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. 2 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഡിസിഷൻ എടുക്കാനുണ്ടായിരുന്നു ഒരു വ്യക്തിക്ക്. ഈ വ്യക്തി തീരുമാനം എടുത്തിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടായിരുന്നു തീരുമാനം എടുക്കാൻ. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട്, നിങ്ങൾ സ്നേഹിക്കാനായിരിക്കും തീരുമാനം, അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ വേണ്ട എന്നൊരു തീരുമാനമായിരിക്കാം എടുത്തിരിക്കുന്നത്. എന്തായാലും തീരുമാനം എടുത്തു കഴിഞ്ഞു ഈ വ്യക്തി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണിത്. അടുത്ത കാർഡ് നമുക്ക് നോക്കാം. പിന്നെയുള്ളത് 9 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. ഇതൊരു സാധാരണ ഇത് നല്ലൊരു എനർജി ആയിട്ടാണ് വരുന്നത്. റൈറ്റ് ആയിട്ട് വരുമ്പോൾ ഇവരുടെ അടുത്ത് ഇഷ്ടംപോലെ സ്വത്തും പണവും ഉണ്ട്. ഇവർ സിംഗിൾ ആണ് എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരിയോ ചെറുപ്പക്കാരനോ അല്ല, കുറച്ച് മെച്ചുവേർഡായ എനർജിയാണ്. അപ്പോ ഇവര് ഇപ്പോ നിങ്ങൾ ഇവരെ എന്താ പറയാ, നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്ന ആളാണോ? അപ്പൊ ഇവര് കുറച്ച് ശുദ്ധതയുള്ള ഒരു എനർജിയാണ്. അവരുടെ ജീവിതത്തിലുള്ള പണമായാലും അവർക്ക് മറ്റുള്ളവർക്ക് അവരെ സ്നേഹിക്കുന്ന ആൾക്ക് എന്ത് ആവശ്യം വന്നാലും ഇവര് അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരാൾക്ക് വാക്ക് കിട്ടുന്നില്ല. അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഇവര് ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവരെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന്. അപ്പോ ആ ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെ ഇവര് ഇനി നിങ്ങളുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നു പോകാൻ ഇടവരും. അപ്പൊ ഇവര് നിങ്ങളുടെ നീക്കങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. അടുത്ത കാർഡ് സ്ട്രെങ്ത് കാർഡാണ്. സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീക്ഷിക്കുന്ന ആള് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റി ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ചിന്തയുണ്ടാവും. എല്ലാവരും നിങ്ങളോട് പറയുന്നു ഭയങ്കര സ്ട്രോങ് ആണ്, നിങ്ങൾ ആർക്കും ഉപദ്രവിക്കാനോ നിങ്ങളെ എന്താണ് പറയാ മിസ്യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങളെ വീക്ഷിക്കുന്ന ഈ എനർജി, ഇത് ലിയോ സോഡിയാക് സൈൻ ആണ്. ഇവര് നിങ്ങളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, ഏത് തരത്തിലാണ്, ഇവർ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നവരാണ്, വളരെ സ്വാർത്ഥതയുള്ളവരാണ്.
അപ്പൊ ഇവര് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവർ ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് നിങ്ങളുടെ നീക്കങ്ങളെ, ഇവരുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രതികരണമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് വെച്ചാല് ഇവരോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അവര് പല ടൈപ്പിലാണ് നിങ്ങളെ ഡീൽ ചെയ്യുന്നത്. സ്നേഹത്തിൽ സംസാരിക്കുന്നു, ദേഷ്യത്തിൽ സംസാരിക്കുന്നു, നിങ്ങളെ വഴക്കി എടുക്കണം. മനസ്സിലായി? ഇവരുടെ ചൊൽപ്പടിക്ക് നിർത്തണം, അതാണ് ഇവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണത്. അപ്പൊ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടില്ല, നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരു എനർജിയാണത്. പിന്നെ വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ് ആണ്. സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം. അപ്പൊ സെപ്പറേറ്റ് ആയിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഇവര് തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വന്തമായിട്ട് പൈസ ചെലവാക്കാൻ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ ഇവർ സമ്പാദിക്കുന്ന എമൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് ഇവർ മാറ്റി വെക്കുന്നുണ്ട്. ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. അത് നിങ്ങൾ അറിയാതിരിക്കണം എന്ന് വളരെ ശാഠ്യമുള്ള ഒരു എനർജിയാണത്. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്. നിങ്ങൾ ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടോ, ഇവരുടെ സീക്രട്ട് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റാറുണ്ടോ എന്നാണ് ഇവർ ശ്രദ്ധിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് 3 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 3 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഇവര് നിങ്ങളുമായിട്ട് ചിലപ്പോ സ്വരുമയോടെ ആയിരിക്കാം, നിങ്ങളൊപ്പം ജോലി ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷെ ഇവര് നിങ്ങളോട് സ്വരുമയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇവര് നിങ്ങൾക്ക് പാര വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇവരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്. അടുത്ത കാർഡ് ടോറസ് ലീബ്ര സോഡിയക് സൈൻ ആണത്. എംപ്രസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വെറുതെ പൊങ്ങച്ചം പറയുന്ന എനർജിയാണ്. ഇവരുടെ കയ്യിൽ ഒന്നുമില്ല, വെറുതെ പൊങ്ങച്ചമാണ്. അവിടെ ഞങ്ങളുടെ ഫാമിലി അങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇവിടെ സ്വത്തുണ്ട് അവിടെ സ്വത്തുണ്ട്, വെറുതെ വിടുവായി അടിക്കുന്ന ഒരു എനർജിയാണ്. ഇവര് കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആരുമില്ല, എല്ലാവരിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയ പൊങ്ങച്ചം പറഞ്ഞത്. കാരണം അങ്ങനെ പൊങ്ങച്ചം പറഞ്ഞാലേ നിങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഗ്രൂപ്പിലേക്ക് കയറാൻ വേണ്ടിയായിരിക്കാം ഇവര് ഈ നുണ മുഴുവൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്. അടുത്ത കാർഡ് വേൾഡ് കാർഡാണ്. ഒരു യാത്ര പോകാൻ പോകുന്നുണ്ട് ആരോ കേട്ടോ. അപ്പോ ഈ വ്യക്തി ടോറസ് ലിയോ അക്വേറിയസ് സ്കോർപ്പിയോ ആണിത്. നിങ്ങളെ ഒരു ട്രിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആരോ ഒരാളാണിത്. അപ്പൊ നല്ല ഉദ്ദേശത്തിലാണോ എന്ന് നിങ്ങൾക്കറിയാം, എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ കൂടെ ഒരു യാത്ര പോകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ആള് ഇത് വളരെ നാളായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ യെസ് പറഞ്ഞിട്ടില്ല. ആ വ്യക്തി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അടുത്ത കാർഡ് 2 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 2 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഇവർ ഭയങ്കര ഓവർ കമ്മിറ്റഡ് ആണ്. നിങ്ങൾ ഇവരോട് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ അടുത്ത് അതിനനുസരിച്ചുള്ള പണമില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും പണം കിട്ടുന്നുണ്ടോ എന്ന് ഇവർ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് അത് തരാൻ പറ്റില്ല. അപ്പൊ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് പൈസ തന്നാൽ ഇവരുടെ തലയിൽ ഈ ഭാരം ഒഴിയും. അതാണ് ഇവര് ശ്രദ്ധിക്കുന്നത്. ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണത്. അടുത്ത കാർഡ് ജസ്റ്റിസ് റിവേഴ്സ് ആണ്. നിങ്ങളോട് ആരോ കള്ളത്തരം ചെയ്തിട്ടുള്ള ഒരാളാണിത്. ചിലപ്പോൾ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആള്, അല്ലെങ്കിൽ നിങ്ങളെ കുരുക്കിലാക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ തലയിൽ കേസ് വെച്ചു കെട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അന്യായമായിട്ടാണ് നിങ്ങളോട് പ്രവർത്തിക്കുന്നത് ഈ വ്യക്തി. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പണി തരണം, അതാണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം. അങ്ങനെ ഒരാള് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് ലീബ്ര സോഡിയക് സൈൻ ആണ്. അപ്പൊ ഇത്രയും കാർഡ്സ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടത്. ഇങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങളെ ചിന്തിക്കുന്ന എല്ലാവരിൽ നിങ്ങൾക്കും വിടുതൽ കിട്ടട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാ കമന്റിനും ലൈക്കിനും ഷെയറിനും എല്ലാം നന്ദി. ചിലർ എനിക്ക് സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞ പൈസ, എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. ഞാനത് കണ്ടപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇതിനു മുമ്പ് 2 പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പരിപാടി എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അതിനും എല്ലാം നന്ദി. പിന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.